ജനുവരി 22-ന് ഇന്ത്യയുടെ ചരിത്രത്തെ സംബന്ധിച്ച് പരമപ്രധാനമായ ഒരു പരിവർത്തനത്തിൻ്റെ മുഹൂർത്തം കൂടിയാണ് എന്ന് പറയാം. കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ എന്ന ആചാരപരമായ ചടങ്ങ് നടക്കുന്നൊരു ദിവസമാണെന്ന്. വാസ്തവത്തിൽ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ രാഷ്ട്രത്തലവൻ ഒരു മതവിഭാഗത്തിൻ്റെ ആരാധനാലയത്തിൻ്റെ ഉദ്ഘാടകനായി വരുന്നു എന്നത് നമ്മുടെ രാജ്യം എത്തി നിൽക്കുന്ന ഒരു വഴിത്തിരിവിൻ്റെ ഒരു സൂചനയാണ്. ആരാധനാലയമാകട്ടെ മറ്റൊരു അതിപ്രധാന മതവിഭാഗത്തിൻ്റെ ആരാധനാകേന്ദ്രം തല്ലിത്തകർത്ത് ആ ക്രിമിനൽ കുറ്റകൃത്യത്തിലൂടെ ആ പള്ളി തകർത്ത് അതേ സ്ഥലത്ത് പണിതുയർത്തുന്നതാണ് എന്ന ഒരു വൈരുദ്ധ്യവുമുണ്ട്. ആ നിലയ്ക്ക് നോക്കിയാൽ നമ്മുടെ രാജ്യം ദീർഘകാലം കൊണ്ട് രൂപപ്പെടുത്തിയ ചില അടിസ്ഥാന മൂല്യങ്ങൾ തലകീഴായി മറിയുന്നൊരു സന്ദർഭം കൂടിയായിട്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന സന്ദർഭം മാറിത്തീരുന്നത്. കാരണം വ്യത്യസ്ത മതപാരമ്പര്യങ്ങൾ പല നിലയിൽ കൂടിക്കലർന്ന് നിലകൊള്ളുന്നൊരു രാജ്യം എന്ന നിലയിലാണ് ഇന്ത്യ എന്ന ആധുനിക രാഷ്ട്രം നിലവിൽ വന്നത്. അതിൻ്റെ ഭൂതകാലത്തിലുണ്ടായ പലമാതിരി വഴിത്തിരിവുകൾക്ക് ഒക്കെ ഇക്കാലത്ത് പരിഹാരമുണ്ടാക്കണം എന്ന് നാം തീരുമാനിച്ചാൽ അന്തമില്ലാത്ത യുദ്ധങ്ങളുടെയും പകപോക്കലുകളുടെയും സന്ദർഭത്തിലേക്കാണ് അത് എത്തിച്ചേരുക. നിർഭാഗ്യവശാൽ പക്ഷേ അത്തരം ഒന്നാണ് ശരി എന്ന വാദത്തിലേക്ക് വലിയൊരു വിഭാഗം ജനങ്ങളെ എത്തിച്ചുകൊണ്ടാണ് ഈ ക്ഷേത്ര നിർമ്മാണവും ബാബറി മസ്ജിദ് തല്ലിത്തകർത്തതിൻ്റെ ന്യായീകരണവും ഒക്കെ നമ്മുടെ കാലത്ത് അരങ്ങേറുന്നത്. ഇതിനൊരു മറുപുറമുള്ളത് പാർലമെൻറ്റിലെ പുതിയ മന്ദിരത്തിൻ്റെ ഉദ്ഘാടന വേളയിൽ മധ്യകാല ആചാരാനുഷ്ഠാനങ്ങളുടെ അവശിഷ്ട രൂപങ്ങൾ എന്ന് വിളിക്കാവുന്ന മതപരമായ ആരാധനകളും മന്ത്രവാദപരം പോലുമായ ചടങ്ങുകളുമൊക്കെ അവിടെ ഇടം കണ്ടെത്തി എന്നതുമാണ്. അങ്ങനെ പാർലമെൻറ്റ് മതനേതാക്കളാൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു, ക്ഷേത്രം പ്രധാനമന്ത്രിയാൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു, മതവും രാഷ്ട്രവും തമ്മിലുള്ള അതിർവരമ്പുകൾ സമ്പൂർണ്ണമായിട്ട് മാഞ്ഞു പോകുന്ന ഒരു സ്ഥിതിവിശേഷം രൂപപ്പെടുകയും ചെയ്യുന്നു. വിശാലമായ അർത്ഥത്തിൽ ഒരു മതരാഷ്ട്രത്തിൻ്റെ സ്ഥാപന മുഹൂർത്തം കൂടിയായിട്ട് ഈ ജനുവരി 22 മാറിത്തീരുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. വ്യത്യസ്ത മതവിഭാഗങ്ങളോടും അവരുടെ ആരാധനാക്രമങ്ങളോടും അവരുടെ വിശ്വാസ സംഹിതകളോടും തുല്യമായ ആദരവ് പുലർത്തുകയും ഒന്നിനെയും സവിശേഷമായ നിലയിൽ വേറിട്ട് പരിഗണിക്കാതിരിക്കുകയും ചെയ്യുക എന്ന നിലയിലാണ് ഇന്ത്യ മതനിരപേക്ഷതയെ അതിൻ്റെ അടിസ്ഥാന മൂല്യമായി സ്വീകരിച്ചത്. അത് യാദൃച്ഛികമായി വന്നതുമല്ല. വ്യത്യസ്ത മതപാരമ്പര്യങ്ങൾ പല നിലകളിൽ കൂടിക്കലർന്ന് കിടക്കുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു മതത്തോട് സവിശേഷമായ പക്ഷപാതം കാണിക്കുക എന്നത് ആ ജനതയെ വെട്ടിപ്പിളർക്കുന്ന നിലയിലാണ് എത്തിച്ചേരുക എന്ന തിരിച്ചറിവിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് മതനിരപേക്ഷതയെ സംബന്ധിക്കുന്ന ഈയൊരു വീക്ഷണം ദേശീയ പ്രസ്ഥാനം കൈക്കൊള്ളുകയും ആധുനിക രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിലൊന്നായിട്ട് അത് മാറിത്തീരുകയും ചെയ്തത്. ഇന്ത്യയുടെ ദേശീയതയുടെ ചരിത്രത്തിൻ്റെ ആരംഭഘട്ടം നോക്കിയാൽ മതാധിഷ്ഠിതമായ ഒരു ദേശീയതാ സങ്കല്പം അന്നുണ്ട്. ഹിന്ദുമതത്തെ മുൻനിർത്തുന്ന ഒരു ദേശീയ ഭാവന 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകങ്ങളിലും 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പതിറ്റാണ്ടുകളിലുമൊക്കെ ഉണ്ട്. അതിനെ തിരുത്തിയും മറികടന്നുമാണ് എല്ലാ ജനവിഭാഗങ്ങൾക്കും മതവിഭാഗങ്ങൾക്കും ജാതികൾക്കും ഭാഷകൾക്കും സാംസ്കാരിക പ്രാദേശിക വ്യത്യാസങ്ങൾക്കും എല്ലാം അപ്പുറത്തുള്ള ഏകീകൃതമായ ഒരു രാഷ്ട്രീയ ഇച്ഛ എന്ന നിലയിൽ ദേശീയതയെ ദേശീയ പ്രസ്ഥാനം സ്ഥാപിച്ചെടുക്കുന്നതും അതിൻ്റെ മുകളിൽ ആധുനിക ഇന്ത്യയുടെ ഭരണഘടനാ സങ്കല്പങ്ങളൊക്കെ ഉറച്ചു വരികയും ചെയ്യുന്നതും. ഇങ്ങനെ രൂപപ്പെട്ട ഒരു രാഷ്ട്രഭാവനയാണ് ഏതെങ്കിലും ഒരു മതത്തോട് സവിശേഷമായ പങ്കാളിത്തം കാണിക്കാതെയും എന്നാൽ എല്ലാ മതങ്ങൾക്കും തുല്യമായ പ്രവർത്തന ഇടം അനുവദിച്ചുകൊണ്ടും ഉള്ള ഒരു മതനിരപേക്ഷതാ യുക്തിയെ ഉയർത്തിക്കൊണ്ട് വന്നത്. അത്തരം ഒരു ദേശീയമായ ഒരു മതനിരപേക്ഷ ഭാവനയുടെ അതിനുവേണ്ടിയാണ് ഒരർത്ഥത്തിൽ ഗാന്ധിജി തൻ്റെ
ജീവൻ ബലി കൊടുത്തതുപോലും എല്ലാ മതങ്ങൾക്കും തുല്യാവകാശമുള്ള ഒരു തുല്യ ഇടമുള്ള ഒരു രാജ്യം എന്ന ആശയം അദ്ദേഹത്തിന് അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു. ഗാന്ധിയുടെ അവസാനത്തെ നിരാഹാര സത്യാഗ്രഹത്തിലെ ആശയങ്ങളിലൊന്ന് ഡൽഹിയിലെ മെഹ്റോളിയിലെ ഉറൂസ് കൃത്യമായിട്ട് നടത്താൻ ഇടമുണ്ടാകണം, അത് തടയുമെന്ന വർഗീയവാദികളുടെ ഭീഷണിയെ ചെറുക്കണം എന്നതായിരുന്നു. ഒരു നിലയ്ക്ക് അങ്ങനെ ഒരു ഓർമ്മയുടെ കാലത്താണ് ഗാന്ധിയുടെ നിരാഹാരം നടക്കുന്നത്. ജനുവരി 13 മുതൽ 18 വരെയാണ്. വാസ്തവത്തിൽ ആ ഓർമ്മയുടെ 76-ാം വാർഷികത്തിലാണ് ഈ ഇന്ത്യയുടെ മതനിരപേക്ഷമായ ഒരു ജീവിതക്രമത്തിൻ്റെ സമ്പൂർണമായൊരു ഉച്ചാടനത്തിൻ്റെ നേതൃത്വം ഭരണകൂടം തന്നെ ഏറ്റെടുക്കുന്ന നിലയിലേക്ക് നാം എത്തിച്ചേർന്നിട്ടുള്ളത്. ഭരണകൂടം ഏറ്റെടുക്കുന്നു എന്ന് മാത്രമല്ല, ഒരു നിലയ്ക്ക് ഭരണകൂട യുക്തിയെ വലിയൊരു വിഭാഗം ജനങ്ങളുടെ ആശയമാക്കി മാറ്റാൻ ഇതിനകം മതവർഗീയവാദത്തിൻ്റെ നാനാതരം പ്രവൃത്തികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യവും നാം കാണേണ്ടതുണ്ട്. ഇപ്പം ദേശീയ പ്രസ്ഥാന കാലത്ത് തന്നെ അംബേദ്കർ ഇത് സംബന്ധിച്ച് നൽകുന്ന വലിയ ചില സൂചനകളുണ്ട്. ഇന്ത്യൻ ജനാധിപത്യം നേരിടാനിരിക്കുന്ന വലിയ വിപത്തുകളിലൊന്ന് അത് മതരാഷ്ട്രവാദത്തിലേക്ക് നമ്മുടെ ജനാധിപത്യം വഴുതിപ്പോകാനുള്ള എല്ലാ സാധ്യതകളും ഇന്ത്യ ഉൾക്കൊള്ളുന്നുണ്ട് എന്നതാണ് എന്ന കാര്യം ഭരണഘടനാ അസംബ്ലി ചർച്ചകളിൽ തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയ ഭൂരിപക്ഷത്തെ വർഗീയ ഭൂരിപക്ഷം കൊണ്ട് പകരം വയ്ക്കാവുന്ന ഒരു സാധ്യത ഇന്ത്യയിൽ ഉണ്ടെന്നും പൊളിറ്റിക്കൽ മെജോറിറ്റിയെ കമ്മ്യൂണൽ മെജോറിറ്റിയാക്കി പരിവർത്തനപ്പെടുത്തി അത് ജനാധിപത്യത്തെ തന്നെ അകമേ ദുർബലപ്പെടുത്തി അതിനെ ഒരു ഭൂരിപക്ഷവാദം മാത്രമാക്കി ചുരുക്കുമെന്നും അദ്ദേഹം താക്കീത് നൽകുന്നുമുണ്ട്. ആ താക്കീത് ഫലപ്രാപ്തിയിലെത്തിയ അല്ലെങ്കിൽ അത് നമ്മെ പേടിപ്പിക്കുന്ന വിധത്തിൽ നമ്മെ വലയം ചെയ്യുന്നൊരു സന്ദർഭത്തിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. ജനാധിപത്യം ഭൂരിപക്ഷ ഹിതത്തിൻ്റെ നിർവഹണമല്ല, മറിച്ച് ജനാധിപത്യം വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങൾക്ക് അവരവരുടെ വ്യത്യസ്തതകളെ നിലനിർത്തിക്കൊണ്ട് കഴിഞ്ഞു പോകാനുള്ള, ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു അവസരമാണ്. ഈ അവസരത്തെ സംരക്ഷിക്കുക എന്ന അടിസ്ഥാന യുക്തിയെ നമ്മുടെ ഭരണകൂടം കൈയൊഴിയുന്നു, കോടതി കൈയൊഴിയുന്നു, പാർലമെൻ്ററി സംവിധാനങ്ങൾ കൈയൊഴിയുന്നു, മാധ്യമമണ്ഡലം കൈയൊഴിയുന്നു. ആ നിലയിൽ നോക്കിയാൽ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന തത്വത്തെ നമ്മുടെ ഭരണകൂടത്തിൻ്റെ 4 അടിസ്ഥാന ശിലാരൂപങ്ങളും ഒരു നിലയ്ക്കല്ലെങ്കിൽ മറ്റൊരു നിലയ്ക്ക് കൈയൊഴിയുന്നതിൻ്റെ ചിത്രം കൂടിയാണ് നാം കാണുന്നത്. ബാബറി മസ്ജിദ് പൊളിച്ചത് ഹീനമായൊരു കുറ്റകൃത്യമാണ് എന്ന് വിസ്തരിച്ച് എഴുതിയതിന് ശേഷമാണ് പൊളിച്ച അതേ സ്ഥലത്ത് ക്ഷേത്രം പണിയാനായി അനുവാദം നൽകിക്കൊണ്ട് സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്ന് നാം കാണാതിരുന്നുകൂടാ. അതിനർത്ഥം ആ ഹീനമായ കുറ്റകൃത്യത്തിൻ്റെ സാധൂകരണം കൂടി ആ വിധി പ്രഖ്യാപനത്തിലൂടെ സുപ്രീം കോടതി നടപ്പിലാക്കി എന്നാണ് ധാരാളം പേർ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമാണ്. എക്സിക്യൂട്ടീവ് ആകട്ടെ അതിൻ്റെ സർവാധികാരത്തിലേക്ക് എത്തുകയും പാർലമെൻ്ററി നടപടിക്രമങ്ങളെയും ജുഡീഷ്യൽ സംവിധാനങ്ങളെപ്പോലും എക്സിക്യൂട്ടീവ് മറികടക്കുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിക്കഴിഞ്ഞു. മാധ്യമങ്ങളുടെ ലോകം എന്ന് പറയുന്നത് മനുഷ്യ സ്വാതന്ത്ര്യത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും വ്യത്യസ്തമായ ജീവിത രീതികളുടെയും സംരക്ഷണത്തിൻ്റെ ഉപാധി എന്നതിന് പകരം മൂലധനത്തിൻ്റെയും മതാധികാരത്തിൻ്റെയും വെറും ശിങ്കിടിപ്പാട്ടുകൾ മാത്രമായി നമ്മുടെ മാധ്യമമണ്ഡലം മാറുന്നത് നാം അനുദിനമെന്നോണം കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സാർവത്രികമായ ഒരു ജനാധിപത്യ ധ്വംസനത്തിൻ്റെ ഒരു അടയാളം കൂടിയായിട്ട് ഈ ക്ഷേത്രോദ്ഘാടനം മാറിത്തീരുന്നു എന്നതാണ്. വാസ്തവത്തിൽ രാമൻ എന്ന സങ്കല്പത്തെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മറ്റൊരു നിലയിൽ ഉയർത്താൻ ശ്രമിച്ച ഒരു പാരമ്പര്യം ഗാന്ധിക്കുണ്ടായിരുന്നു. ഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവ് എന്ന നിലയിൽ രാമൻ എന്ന സങ്കല്പത്തെ അദ്ദേഹം അതിൻ്റെ പൗരാണികമായ അർത്ഥസങ്കല്പങ്ങളിൽ നിന്നൊക്കെ മാറ്റിക്കൊണ്ടുവന്ന് അത് ആഴമേറിയൊരു സത്യബോധമാണ് എന്ന് വിശദീകരിക്കാനാണ് ശ്രമിച്ചത്. ആ സത്യബോധ ഭാവനയെ സമ്പൂർണമായി അട്ടിമറിച്ചുകൊണ്ട് വളരെ വിധ്വംസകമായ വിഭാഗീയമായ ഒരുപക്ഷെ മതബോധം കൊണ്ടൊരു ജനതയെ നെടുകെ പിളർക്കുന്നതിൻ്റെ ഒരടയാളം കൂടിയായിട്ട് ഒരു ക്ഷേത്രം മാറിത്തീരുന്നു എന്ന അത്യന്തം സങ്കടകരമായ ഒരു സ്ഥിതിവിശേഷത്തിൽ നാം ഇപ്പോൾ എത്തി നിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ജനതയ്ക്ക് നിശ്ചയമായിട്ടും ഇത് ഒരു
ബാബറി മസ്ജിദിൻ്റെ ധ്വംസനത്തിലൂടെ രൂപപ്പെടുത്തിക്കൊണ്ടുവന്ന ആസൂത്രിതമായൊരു രാഷ്ട്രീയ പ്രക്രിയയുടെ ഉൽപ്പന്നം എന്ന നിലയിലല്ലാതെ അധ്യാത്മത്തിൻ്റെയോ ഭക്തിയുടെയോ ആഴമേറിയ മതഭാവനയുടെയോ അടയാളമായി ഈ ക്ഷേത്രത്തെ പരിഗണിക്കാൻ പ്രയാസമുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് ഭൂതകാലം ധാരാളം പടയോട്ടങ്ങളുടെയും കൈമാറലുകളുടെയും പാരമ്പര്യങ്ങളുടെ തലതിരിച്ചിടലുകളുടെയും ഒക്കെ ചരിത്രമുള്ള ഒരു ഭൂപ്രദേശമാണ്. എത്രയോ ബൗദ്ധ ദേവാലയങ്ങൾ, എത്രയോ ജൈന ദേവാലയങ്ങൾ നമ്മുടെയൊക്കെ നാട്ടിൽ തന്നെ, നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്ത് തന്നെ കാലാന്തരത്തിൽ ഹിന്ദു ദേവാലയങ്ങളായി പരിണമിച്ചിട്ടുണ്ട്. മധ്യകാലത്തെ പടയോട്ടങ്ങളിൽ ഈ ഹിന്ദു ദേവാലയങ്ങളിൽ ചിലത് പിന്നെയും പലതരത്തിലുള്ള പരിവർത്തനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അങ്ങനെ ഭൂതകാലത്തിൽ അരങ്ങേറിയ ഓരോ പ്രക്രിയയ്ക്കും വർത്തമാനത്തിൽ പരിഹാരം, പ്രതികാരം നിറവേറ്റുക എന്ന നിലയ്ക്ക് ഒരു ജനത ഒരുങ്ങി പുറപ്പെട്ടാൽ ശുദ്ധമായ ഒരു അരാജകത്വത്തിലേക്കും മതഭ്രാന്തിലേക്കുമല്ലാതെ മറ്റെന്തിലേക്കെങ്കിലും അതിന് ചെന്നെത്താൻ കഴിയില്ല. നിർഭാഗ്യവശാൽ ആസൂത്രിതമായ അത്തരമൊരു വിഭാഗീയതയുടെ ആഘോഷമായി ഒരു ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന സന്ദർഭം മാറിത്തീരുന്നു എന്നത് എത്രയോ ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. വാസ്തവത്തിൽ മനുഷ്യരെ ആത്മീയമായ സമുന്നതിയിലേക്ക്, ഉന്നതമായ ജീവിതബോധ്യത്തിലേക്ക്, പ്രാപഞ്ചികമായ ഒരു തിരിച്ചറിവിലേക്ക്, അതിൻ്റെ നന്മയിലേക്ക് ഒക്കെ നയിക്കേണ്ട ഒന്നായിട്ടാണ് ഈശ്വരീയതയെക്കുറിച്ചുള്ള സങ്കല്പം വിഭാവനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത് തന്നിൽ നിന്ന് താനല്ലാത്തതിലേക്ക് സംക്രമിക്കുന്ന പ്രപഞ്ചവ്യാപിയായ ഒരു ജീവിതാവബോധത്തിൻ്റെ പ്രകാശനമായി തീരുന്ന ഒന്നായിട്ടാണ് ഭാവന ചെയ്യപ്പെടുന്നത്. അതിൻ്റെ നേർവിപരീതത്തിൽ തന്നിലേക്കും തങ്ങളിലേക്കും മാത്രം ചുരുങ്ങുകയും തങ്ങളല്ലാത്തതെല്ലാം തങ്ങൾക്കെതിരാണ് എന്ന് കരുതുന്ന, ആ എതിരിനെ ഇല്ലാതാക്കലാണ് തങ്ങളുടെ ജീവിത വിജയം എന്ന് കരുതുന്ന ഒരു വിധ്വംസക ബോധമായി, വിഭാഗീയ ബോധമായി മാറിത്തീരുന്നതാണ് നമ്മൾ സമീപകാലത്ത് കഴിഞ്ഞ 4 നൂറ്റാണ്ടുകൊണ്ട് രാമനെയും രാമക്ഷേത്രത്തെയും മുൻനിർത്തി ഇന്ത്യയിൽ അരങ്ങേറിയ ആസൂത്രിതമായ രാഷ്ട്രീയ ശ്രമങ്ങളിലൂടെ കണ്ടത്. ആ ശ്രമങ്ങളുടെ ഫലപ്രാപ്തി എന്ന നിലയ്ക്കാണ്, അല്ലാതെ മതബോധത്തിൻ്റെയോ അധ്യാത്മത്തിൻ്റെയോ ഭക്തിഭാവനയുടെയോ ഒരാവിഷ്കാരം എന്ന നിലയ്ക്കല്ല ഈ രാമക്ഷേത്രവും അതിൻ്റെ ഉദ്ഘാടനവും നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ പ്രധാന മതാധികാരികളെല്ലാം എതിർത്തിട്ടും ഇന്ത്യയിലെ രാഷ്ട്രത്തലവൻ തന്നെ ക്ഷേത്രോദ്ഘാടനത്തിന് നേരിട്ട് ഇറങ്ങി പുറപ്പെടുന്നത്. അത് മതത്തിനും ദൈവത്തിനും ഈശ്വരീയതയ്ക്കും അധ്യാത്മത്തിനും ഒന്നും വേണ്ടിയല്ല, രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടിയുള്ള പടപ്പാച്ചിലാണ് ഈ പ്രക്രിയയുടെ പിന്നിലുള്ളത് എന്ന കാര്യം പകൽ പോലെ വ്യക്തമാക്കുന്നുണ്ട്. തിരിച്ച് ജനാധിപത്യത്തെ മതവൽക്കരിക്കുന്നതിന് നേരിട്ടിറങ്ങി പുറപ്പെടുന്നതിൻ്റെ മറുപുറം ആയിട്ടാണ് പാർലമെൻറ്റിലേക്ക് മധ്യകാല അധികാരത്തിൻ്റെ അവശിഷ്ട രൂപങ്ങളെ ചെങ്കോലായിട്ടും സന്യാസി പാരമ്പര്യമായിട്ടും ഒക്കെ മടക്കിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും നടക്കുന്നത്. അങ്ങനെ മധ്യകാലത്ത് നിന്ന് നാം തോണ്ടി പുറത്ത് കളഞ്ഞ മതാധികാരത്തിൻ്റെയും രാജവാഴ്ചയുടെയും അശ്ലീലം നിറഞ്ഞ അവശിഷ്ടങ്ങൾ നമ്മുടെ ജനാധിപത്യത്തെ വിഴുങ്ങുന്ന ഒരു ദശാസന്ധി നമുക്ക് ചുറ്റും സംജാതമായിരിക്കുന്നു എന്ന താക്കീത് കൂടി വാസ്തവത്തിൽ ഇതിലടങ്ങിയിട്ടുണ്ട്. ഇതിനോട് എതിരിട്ട് നിൽക്കാൻ ഈ രാജ്യത്തിലെ ജനതയ്ക്കും ജനാധിപത്യ ബോധത്തിനും മതനിരപേക്ഷമായ നമ്മുടെ മൂല്യസംഹിതകൾക്കും ബലമുണ്ടാകണം. അതിനായുള്ള ഒരു വലിയ ശ്രമത്തിനുള്ള പ്രേരണ കൂടിയായി ഈ സന്ദർഭത്തെ ജനാധിപത്യവാദികളായ ആളുകൾ ഉപയോഗപ്പെടുത്തണം എന്നാണ് ഞാൻ കരുതുന്നത്.